നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് രുദ്രാക്ഷ മഹാത്മ്യമാണ് നാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. സ്ത്രീകൾക്ക് രുദ്രാക്ഷം അണിയാമോ? സ്ത്രീകൾ രുദ്രാക്ഷം അണിയുന്നതിൽ തെറ്റുണ്ടോ? ഏതെങ്കിലും സമയങ്ങളിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ? തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മളുടെ പുരാണങ്ങളിൽ ധാരാളം ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നിട്ടുണ്ട്. എന്നിരുന്നാലും വളരെയധികം പേര് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാം. നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവിലേക്ക് കടക്കാം. രുദ്രാക്ഷത്തിന്റെ ഗുണഫലങ്ങൾ സ്ത്രീകൾ നേടട്ടെ. നമുക്ക് രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം കൂടുതലായിട്ട് പരിശോധിക്കാം. ദൈവമണി എന്നാണ് രുദ്രാക്ഷത്തിന്റെ മറ്റൊരു പേര്. സാക്ഷാൽ ശിവഭഗവാന്റെ വിയർപ്പ് തുള്ളികളിൽ നിന്നും ജന്മമെടുത്തതായിട്ടാണ് രുദ്രാക്ഷത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. വിവിധ തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ട്. 1 മുതൽ 21 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അതിന് പലതിനും പല പ്രയോജനങ്ങളാണ്. ഓരോ രുദ്രാക്ഷ മുഖങ്ങൾക്കും പ്രത്യേകം ഗ്രഹങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവതാ സങ്കല്പങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ധരിക്കാവുന്നതാണ്. എന്നാൽ സ്ത്രീകൾക്ക് വിശേഷമായിട്ടുള്ള ഏതൊക്കെ രുദ്രാക്ഷങ്ങളുണ്ട് എന്നുള്ളത് ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്കനുസരിച്ചാണ് ഞാൻ വീഡിയോകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 മുഖ രുദ്രാക്ഷം, 3 മുഖ രുദ്രാക്ഷം ഇവയൊക്കെ തന്നെ സ്ത്രീകൾക്ക് ധരിക്കാവുന്നതാണ്. മറ്റ് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളും ആവശ്യങ്ങൾക്കനുസരിച്ച് ധരിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് തൊഴിൽ ചെയ്യുന്നവർ, ബിസിനസ്സുകാർ, അധ്യാപകർ തുടങ്ങിയവർക്കും അവരവരുടെ ജാതകപ്രകാരമുള്ള വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ രുദ്രാക്ഷത്തെ സ്ത്രീകൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ്. രുദ്രാക്ഷത്തിന്റെ ഗുണാനുഭവങ്ങൾ സ്ത്രീകളും നേടട്ടെ. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും വിശേഷമായിട്ട് നമുക്ക് 7 മുഖ രുദ്രാക്ഷത്തെയും പറയാം. സപ്തകന്യകമാരുടെ അനുഗ്രഹം ഈ 7 മുഖ രുദ്രാക്ഷം സ്ത്രീകൾ ധരിച്ചാൽ വിശേഷമായി ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ പ്രതിപാദിക്കുന്നത്. കൂടാതെ എല്ലാ വിധത്തിലുമുള്ള ഫലങ്ങൾ വർദ്ധിച്ച അനുഭവത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുമെന്നുണ്ട്. രുദ്രാക്ഷ മഹാത്മ്യത്തിന്റെ ഒരു കഥ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർത്തു നോക്കാം. ഒരിക്കൽ മഹാവിഷ്ണുവിനെ പ്രശംസിച്ച ഇന്ദ്രാദി ദേവന്മാർ വൈകുണ്ഠത്തിൽ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തുകയാണ്. ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള സമ്മാനങ്ങൾ ഭഗവാനായിട്ട് നൽകി. ദേവന്മാരോടൊപ്പം തന്നെ ശിവഭഗവാനും വൈകുണ്ഠത്തിലെത്തിയിരുന്നു. ശിവഭഗവാൻ മഹാവിഷ്ണുവിനായിട്ട് ഒരു രുദ്രാക്ഷമണിയാണ് നൽകിയത്. ഭഗവാൻ മഹാവിഷ്ണുവിനായിട്ട് നൽകിയ രുദ്രാക്ഷമണി 7 മുഖത്തിലുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഒരേ ഒരു രുദ്രാക്ഷമണി മാത്രമാണ് ഭഗവാൻ അന്ന് മഹാവിഷ്ണുവിന് നൽകിയത്. ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനെത്തിയ സർവ്വദേവന്മാരും സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് വിലപിടിപ്പുള്ള ഓരോരോ സമ്മാനങ്ങൾ നൽകിയപ്പോൾ വിശേഷാവസരത്തിൽ ഒരു ചെറിയ രുദ്രാക്ഷമണി മാത്രമാണ് നൽകിയത്. അത് മഹാലക്ഷ്മിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറിയ ഒരു കുരുമണി മാത്രമാണോ ശിവഭഗവാൻ നൽകിയത് എന്നുള്ള ചിന്ത മഹാലക്ഷ്മിയുടെ മനസ്സിനെ വധിച്ചു. ലക്ഷ്മി ദേവി ഭഗവാനോട് ഇത് മാറ്റിവെച്ചോളൂ, ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു. അത് ശ്രദ്ധിച്ചു നിന്നിരുന്ന കുബേരൻ വിഷ്ണു ഭഗവാനോടായിട്ട് അതിന്റെ പ്രാധാന്യത്തെ വിവരിക്കുകയുണ്ടായി എന്നാണ്. ഭഗവാനെ ഇതൊരിക്കലും എടുത്തു മാറ്റിവെക്കേണ്ടതല്ല. എന്റെ പക്കലുള്ള സർവ്വസ്വത്തുക്കളെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഈ 7 മുഖത്തിലുള്ള രുദ്രാക്ഷമണി. അത് ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് എന്നും കുബേരൻ പറഞ്ഞു. എന്റെ പക്കലുള്ള നവനിധികൾക്ക് പോലും ഈ ഒരു കുരുമണിയുടെ പ്രാധാന്യവും പ്രയോജനവും ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. അത്രയും മഹത്തരമാണ് ഈ 7 മുഖത്തിലുള്ള രുദ്രാക്ഷമണി. ഭഗവാനോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയും ഈ 7 മുഖ രുദ്രാക്ഷ മണിയുടെ മഹാത്മ്യം ശ്രവിച്ച് അത്ഭുതപരതന്ത്രയായി. അതിനുശേഷം അതിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞത് ലക്ഷ്മി ദേവി 7 മുഖ രുദ്രാക്ഷത്തിന്റെ ദേവതയായി താൻ വസിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകുകയുണ്ടായി. ഒരു രുദ്രാക്ഷത്തിന് പോലും വളരെയേറെ ഫലങ്ങളുണ്ട് എന്നുള്ളത് ദേവിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അതിനെ പുച്ഛിച്ചപ്പോൾ അതിന്റെ മാഹാത്മ്യം ഒന്നുകൂടി ഭഗവാൻ ദേവിക്കായിട്ട് പറയേണ്ടി വന്നു. വിഷ്ണു ഭഗവാൻ രുദ്രാക്ഷമുള്ള വീട്ടിൽ എന്നും ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് സ്ത്രീകൾക്ക് വിശേഷമായിട്ടുള്ള രുദ്രാക്ഷമായിട്ട് മാറിയത്. ഇത് പുരുഷന്മാർക്കും ധരിക്കാവുന്നതാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ വാസവും 7 മുഖ രുദ്രാക്ഷത്തിലുണ്ട്. ഓരോ മുഖങ്ങൾക്കും പ്രത്യേകം സവിശേഷതകളുണ്ട്. എല്ലാ രുദ്രാക്ഷങ്ങളും പ്രയോജനകരമാണ്. രുദ്രാക്ഷങ്ങൾ സ്ത്രീകൾക്ക് അണിയാം. ഏതവസ്ഥയിലും സ്ത്രീകൾക്ക് ഈ രുദ്രാക്ഷത്തെ ധരിക്കാവുന്നതാണ്.
രുദ്രാക്ഷം എല്ലാ അവസ്ഥയിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ട് മരണ വീടുകളിൽ പോകാൻ പാടില്ല, രുദ്രാക്ഷം അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ധരിക്കുവാൻ പാടില്ല. ആ വാദഗതികളൊക്കെ തന്നെ തെറ്റാണ്. നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പകൽ ചെയ്ത പാപത്തെ ഇല്ലാതാക്കാനായിട്ട് രാത്രി രുദ്രാക്ഷം ധരിക്കൂ, രാത്രി ചെയ്ത പാപത്തെ ഇല്ലാതാക്കാനായിട്ട് പകൽ സമയം രുദ്രാക്ഷം ധരിക്കൂ എന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതു സമയവും ഏതവസ്ഥയിലും എവിടെയും ധരിക്കാവുന്ന ഒന്നാണ്. അത് നമുക്ക് ധരിക്കുക വഴി സദാസമയവും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്നുള്ള തത്വത്തെയാണ് അതിലൂടെ വെളിച്ചമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ യാതൊരു സംശയവും വേണ്ട, ഇത് ധൈര്യമായിട്ട് ധരിച്ചോളൂ. മറ്റ് ആചാര്യന്മാരുടെ വചനങ്ങളും നിങ്ങൾ കേൾക്കൂ. അവരെല്ലാം തന്നെ പലപ്പോഴായിട്ട് രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാമെന്നുള്ള സംഗതികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. രുദ്രാക്ഷ മഹാത്മ്യം, ശിവപുരാണം, ദേവീ ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായിട്ട് രുദ്രാക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർക്കും ധരിക്കാവുന്ന ആ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. സ്ത്രീകൾ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ഐശ്വര്യത്തെ നേടിയെടുക്കൂ, ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.